കൈകൊട്ടി പാടി ചേട്ടാ ഞെട്ടിക്കൽ ബിരിയാണി ആവശ്യപ്പെട്ടേ കോച്ചിന്റെ അടുത്ത് എന്താ അയ്യോ എന്നെ ഓട്ടിച്ചേ. എല്ലാവർക്കും അതിഥിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അതായത് നമ്മള് പ്രായം ചെല്ലുന്നതോറും നമുക്ക് കണക്ഷൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ലിസണിങ് സ്കില്ല് അവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പെക്ടേഷൻസ് കുറച്ചൊന്ന് ഓടണം, ചാടണം, ഒന്ന് ഒരു എനർജി ആക്കണം. അതിനുള്ള വഴി നമുക്ക് ഉണ്ടാക്കാം. ഞാൻ അവിടെ എങ്ങനെ ഇരുന്നു. ആ ഫ്രെയിം ഒന്ന് എടുക്ക്. ഇവന്റെ ഹെയറും സ്നേഹതീരം ഹോപ്പും വെയിറ്റിംഗ് ഒരു കോയിന് രണ്ട് സൈഡ് പോലെയാണ്. ഒരു സമയത്ത് ഹോപ്പീസ് കിട്ടി, ബട്ട് അതേ സമയത്ത് ഹോപ്പീസ് ബാറ്റിംഗ്. One eternity later. ആ ഷൂട്ടിംഗ് സ്റ്റാർ കണ്ടതായിരുന്നു. ലാസ്റ്റ് ഞാൻ കണ്ടു. നീ കണ്ടോ? ആ വാല് മാത്രം. സ്റ്റിഫല്ലേ, റഫല്ലേ. പിന്നെ കാറ്റടിച്ചിട്ട് നമുക്ക് ഓഷന്റെ ദിവസം 2 ദിവസം ഡിലേ ആയി. എന്റെ ഇത് കണ്ടോ? അത് നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് പറയണം. ഡോക്ടർ കമോൺ ഒന്ന് വരൂ ഉള്ളിലോട്ട്. ബേസിക്കലി അതിന് ഓർത്തോ ട്രീറ്റ്മെന്റ് ചെയ്യാം. ആരും കംഫർട്ടബിൾ ആയോ? ഞാൻ ചളികൾ പിടിക്കാതിരിക്കുന്നു. 5 മണിക്കൂർ പെട്ടിക്കിടന്ന് പറയണ്ടേ? ഇതുപോലത്തെ റൂമിൽ AC കൂട്ടിയിട്ട് ഫാൻ ഇട്ടിട്ട് പതിപ്പിച്ച് കിടക്കണം. സുഖം സംസാരിച്ചിരിക്കും, പക്ഷെ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാം. സമയം കണ്ടോ? 5 മണിക്കൂർ ഉറങ്ങണം. 5 മണിക്കൂറൊക്കെ ഉറങ്ങാം. തുള്ളി ഉറങ്ങിണ്ടേ? തുള്ളിയൊക്കെ ഇറങ്ങിണ്ട്. തുള്ളിക്കല്ലേ ഒരിക്കലും ഒരു അണ്ണാൻ. അയ്യോ എങ്ങനെയായിരുന്നു? ഒരു അണ്ണാൻ മാങ്ങ തപ്പിട്ടല്ല, ഒരു ദിവസം ഒരു അണ്ണാൻ ഓറഞ്ച് ജ്യൂസ് വിൽക്കുകയായിരുന്നു. ഓറഞ്ച് ജ്യൂസ് പറഞ്ഞു. അപ്പോൾ കർഷകൻ പറഞ്ഞു, വാരിക്കോരി പഴങ്ങൾ കൊടുത്താൽ എല്ലാവരും വരുന്നില്ല. ഈ പാട്ട് പാടുന്നോണ്ട് തന്നെ ഒരു സെക്സിസ്റ്റ് ആക്കരുത്. പാത്രങ്ങൾ പാത്രങ്ങൾ പത്രം മോറാൻ പെണ്ണുങ്ങൾ അവരറിയാതലിയുകയാണീ വിമ്മിൻ കട്ടകൾ. അവരറിയാതലിയുകയാണീ വിമ്മിൻ കട്ടകൾ. അടുത്ത പാട്ട്. അയ്യോ അത് കുറച്ച് സെൻസർഷിപ്പ് ഒക്കെ ഉള്ളതാണ്. പാടുന്നോണ്ടിട്ട് ഞാൻ അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല, ഇത് പാട്ട് അറിയുന്നോണ്ട് പാടുന്നു. അന്തപ്പഞ്ചേട്ടൻ കടലില് പോയപ്പോൾ മാനത്തെ മഞ്ഞക്കിളികൾ കൈകൊട്ടി പാടി ചേട്ടാ. പയം തിന്നിട്ടവർ മയങ്ങി. സാധനം വരും, അത് ബീറ്റ് കയറില്ല. പത്രക്കാരി പാത്രക്കല്ലോണ്ടപ്പം ചുട്ടപ്പം കഴിഞ്ഞു പോയി വന്ന മക്കളതെത്തിയും പോയി. ഓക്കെ, മറക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് വളരെ നല്ലത്. അപ്പൊ നമ്മള് അതിനെ കുറിച്ചൊരു പാട്ട്. മറവികള് അഡാപ്റ്റീവ് കപ്പാസിറ്റി നമ്മൾ എന്തും പെട്ടെന്ന് പഠിക്കണം. പറയൂ, എന്താണ് പറയേണ്ടത്? സന്തോഷം, അതിസന്തോഷം. ബ്യൂട്ടിഫുൾ സെഷൻ ഗൈസ്. 12:45 കാഴ്ചകളാണ് ഗൈസ്. സാഗർ ഈ മുടി ഇങ്ങനെയല്ല, ഇത് കാറ്റടിച്ചിട്ട് ഉപ്പുവെള്ളമൊക്കെ ആയിട്ട് പിന്നൊരു എന്നെ ആ കടലില് തള്ളിയിട്ടു. ചെവിട്ടിലൊരു അമിട്ട് വെച്ചിട്ടാണ്ടിരിക്കണത്. എല്ലായിടത്തും സ്ട്രോങ് ആയി നിൽക്കുന്നതല്ല മെച്യൂരിറ്റി. മെച്യൂരിറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ ബേസിസിൽ പോയിട്ട് അവിടെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യണം, അവിടെ എങ്ങനെ സ്വഭാവം നമുക്ക് കാണിക്കണം എന്നുള്ളത് അറിയുന്നതാണ് മെച്യൂരിറ്റി. പാട്ടാണ് വേണ്ടത്. പാട്ട് ഞെട്ടിക്കൽ ബിരിയാണി ആവശ്യപ്പെട്ടേ. നീയും ഞാനും AC കുറയണില്ല. 24 ഇടാൻ ഇവിടെ പറഞ്ഞു. എന്റെ ആഗ്രഹം 22 രണ്ടിന്റെ നടുവിൽ 23. ഗൈസ്, ഇതൊക്കെ വ്ലോഗ് വരുന്നതൊക്കെ അറിയില്ല, പക്ഷെ വ്ലോഗ് വന്നു കഴിഞ്ഞാൽ അപ്പൊ കാണാം. ഓ ഓ
അമ്പിളിയത്തെ മ്യൂസിക്സ് എല്ലാം നല്ല രസമാണ്. അത് വിഷ്ണു വിജയ് ആണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ. എനിക്ക് തോന്നുന്നു അടുത്ത വർക്ക് വരുന്നത് നമുക്ക് ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ് ഏതാ? ബൗദ്ധർമ്മൻ സൂര്യൻ തുറന്നു ചോദിക്കുമ്പോൾ കുട്ടി രാവിലെ 6:30 കുറച്ചു നേരം ഉറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാ കണ്ണടയ്ക്കാ വിചാരിച്ചു കഴിഞ്ഞാൽ റീല് ചുവട്ടിൽ വെച്ച് ഉണക്കലും പലതരത്തിലുള്ള ടോർച്ചറിങ് നമ്മൾ ഘട്ടങ്ങളാണ് അവിടെ കണ്ടത്. ടോർച്ചർ ചെയ്യാൻ പറ്റുമോ? ഞങ്ങളൊക്കെ ടോർച്ചർ ചെയ്ത നീയൊക്കെ ഇവിടെ മുക്കറട്ടേനെ. വിഷയല്ല അതെ. ഇനി അതിഥി പറയോ? പറയടാ. ഇവന് കോച്ചിന്റെ അടുത്ത് എന്താ പറഞ്ഞിട്ടാണ് അറിയാൻ 2 ദിവസം മരിപ്പാണ്. എടുപ്പ് കണ്ട അയ്യോ എന്റെ പൊന്നെ. അവൻ മരിപ്പിനെ വന്നോണ്ടേ അവൻ രാത്രി ഉറങ്ങാൻ പറ്റില്ല, വിഷമം കാരണം. അതവൻ 6 മണി വരെ ഉറങ്ങാണ്ട് തീർത്തു. ലൈഫിൽ എപ്പോഴും നമ്മള് ശീലിക്കേണ്ട ഒരു ശീലം എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകുമ്പോഴും പ്ലീസ് ബ്രഷ് നമ്മളൊരു സ്ഥലം വന്നു കഴിഞ്ഞാ ഒരാൾക്കും നന്നായിട്ട് ഞാൻ ഒഴിച്ച് ഓക്കെ മര്യാദക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല. ഈ പിള്ളേരൊക്കെ എന്താ ചെയ്യുന്നത്? ലീക്കുണ്ട് ചെറുതായിട്ട്. അല്ലിക്ക് ആർക്കും ഞാൻ എന്തൊക്കെയാ പറയണേ? ഉറങ്ങാത്തണ്ട വെള്ളം ഇങ്ങനെ ഇറങ്ങുമ്പോ തൊണ്ടക്കൊട പതിരി വെള്ളം ഇറങ്ങണ സെൻസേഷൻ. നമുക്ക് അബുദാബി ആക്സെന്റ് പിടിച്ചാലോ? ഫാസ്റ്റ് കാർസ് ഗോസ് ലൈക്ക് ഒരു സെറ്റിയിലോ പോയി കിടന്നുറങ്ങി സമാധാനം കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ഉറങ്ങിയോ? ഒരു ദിവസമൊക്കെ ഉറങ്ങാതെ ന്യൂസ് പേപ്പർ ആയിട്ട് കണ്ട നമ്മളൊരു ദിവസം തുടങ്ങുന്നതിനെ നന്മയിൽ വേണം തുടങ്ങാൻ. കണ്ടോ തോടൊരു ഓവറാ. നമുക്ക് ഇറങ്ങാം. നല്ല സുന്ദരല്ലേ? തിരകൾ ഒരിക്കലും നിൽക്കുന്നില്ല, അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും ലൈഫിൽ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. ജസ്റ്റ് റൺ. ഓക്കെ, നമ്മൾ കടലിനെ പോലെ വേണം നമ്മുടെ ലൈഫ് കൊണ്ടുപോകാൻ. വിഷയല്ല അതെ. ഒന്നിനും കൊള്ളില്ല അല്ലേ? അങ്ങനെ അറിയില്ല കാര്യം. അജോയ് ഫാൻസ് ഇടും. അജോയോ? എന്റെ പേര് അജോയ് അല്ലേ? അഞ്ജോയ്. അയ്യോടാ അയ്യോ എന്നെ ഓട്ടിട്ട് ഓടണ്ടായിരുന്നു, വിശക്കുന്നു. ഗൈസ് നമ്മൾ ഓഹോ ബീച്ചിലെത്തി എത്തിട്ട് കാണാം. ഒന്നുകൂടി പറയാം. അപ്പൊ ഗൈസ് ഓഹോ ബീച്ചിലെത്തിട്ട് കാണാം. ശരി, ബൈ. ഒരു പുഷ്പാഞ്ജലി ശത്രു സംഹാര പൂജ ഉണ്ടോ? ഏമനല്ലത്തെ വാമന നമ്പൂതിരിപ്പാടല്ലേ കുട്ടിയുടെ അച്ഛൻ. കുളിച്ചിട്ട് വേണം നമുക്ക് പ്രാതല് കഴിക്കാനായിട്ട്. അതിന് പകരം പ്രാധാന്യം ജാക്കറ്റ് ഉണ്ടല്ലോ. അത് കേട്ടാത് പ്രാതയുടെ ജാക്കറ്റ് ഉണ്ടല്ലോ. ഈ 4 നേരം നാമജപം കാര്യങ്ങളായിട്ട് നടന്നാ പോരല്ലോ, അതിന്റെ ഇടയിൽ ബാക്കിയുള്ള കാര്യങ്ങളും നടക്കണ്ടേ. അങ്ങനെയല്ല, തെറ്റിദ്ധരിച്ചിരിക്കണു വീണ്ടും. ഇന്നെങ്കിലല്ലേ ജീവിതത്തിനൊക്കെ ഒരു നീക്കുപോക്കുള്ളൂ. നാടൻ മാറ്റമൊക്കെ എത്ര നാളെന്ന് വെച്ചിട്ടാ. സ്റ്റീരിയോ ടൈപ്പുകളെ കീറി മുറിച്ച് ഇത്രയും മനോഹരമായ ചെമ്പരത്തി ശേഖരിച്ചോളൂ. സ്പോട്ടിൽ അങ്ങനെ ആരും എത്താൻ സാധ്യതയില്ല. അത്ര കാറ് കിടന്നാൽ അവരൊക്കെ അല്ല, ഇവിടേക്ക് ആരും വരില്ല എന്ന് പറയും ചെയ്തു. 15 കാറും കാണിക്കുന്നു. അതെങ്ങനെ പോസിബിൾ ആവുക? പോസിബിൾ ആണ് ഉണ്ടെങ്കിൽ. ഒക്കെ എഴുതിയത് വായിക്കാൻ ഒക്കെ ആയിട്ടുള്ളവരുണ്ടോ? പക്ഷെ എനിക്ക് എപ്പോഴും പറയാറുള്ളത് ഡോണ്ട് ഫോർഗെറ്റ് യുവർ സെൽഫ് ഫോർ അതേഴ്സ് എന്നുള്ളൊരു സാധനമാണ്. എന്തെങ്കിലും തിന്നണം, അവരാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല. പിണ്ടോ? ആനപ്പിണ്ടോ? എന്തുകൊണ്ടാണ് പശുവിന് ചാണകമെന്നും ആരോടെ പിണ്ടം പറയുന്നത്? ഇല്ലല്ലോ, കാക്കച്ചീട്ടെന്ന് പറയാറുണ്ടല്ലോ. കപ്പിട്ടു അപ്പുകുട്ടം പറയുന്നുണ്ടല്ലോ. ഏതാണ് ഒഫെൻസീവ് ആയിട്ടുള്ളത്? തീട്ടം,
അതൊന്നും offensive പക്ഷെ അല്ല. മനുഷ്യൻ ചാണകം കിട്ടുന്നത് നമ്മൾ പറയാറില്ല. Okay, you can say മനുഷ്യൻ that. മനുഷ്യൻ കാട്ടിട്ടു, നീ പറഞ്ഞോ, മന- അതെന്താ പ്രശ്നം? മനുഷ്യൻ പിണ്ടിട്ടെന്ന് എവിടെയും പറഞ്ഞു കോളേജിൽ വന്നിട്ട് അടുത്തൊക്കെ നാളെ തൊട്ട് ചോദിക്കാം "Guys, അവരെ എഴുന്നേറ്റ് പിണ്ടിട്ടിട്ടാണോ വന്നത്?" ഈ പിണ്ട് എന്നുള്ള പേര് വന്നത് ഉരുണ്ടിരിക്കണോണ്ടാണോ എന്നാണ് എന്റെ സംശയം. അപ്പൊ ആട്ടും പിട്ടാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആട്ടും പിട്ടാണ്, ആട്ടും കാട്ടെന്നാ പറയാ. പിട്ടാന്ന് പറയുന്നത് പുട്ട് പോലെ മണിമണിയായിട്ട് വരുന്നതാണ്. ഇങ്ങനെ അപ്പൊ ഗൈസ് നമ്മള് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയും സാധനത്തിന്റെ പേര് പറയുന്നത് അതിന്റെ ഷേപ്പിനനുസരിച്ചാണ്. അങ്ങനെയല്ല, സോറി. ചേട്ടൻ്റെ ഒരു മൈക്ക് കൊടുക്ക്. ചേട്ടന്റെ അഭിപ്രായം എന്താണ്? നമ്മള് തൃശ്ശൂർക്കാരെ ആനയുടെ പിണ്ടം വെച്ചിട്ട് ആന കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ്. മറ്റേ തെച്ചിക്കോട് രാമമുണ്ടല്ലേ. ഇപ്പൊ അത്രയും അവിടെയാ അവിടെ ഒരു ഗൈസ് ഇക്കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഞാനാ. പക്ഷെ തോന്നുന്നു കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നീയല്ല. ഇക്കൂട്ടത്തില് വേറെ ഇങ്ങോട്ട് വന്നിട്ട് ഇക്കൂട്ടത്തിലെ നമ്മുടെ ഡെന്റിസ്റ്റ് ഡോക്ടർ പറഞ്ഞത് കഴിച്ചു കഴിഞ്ഞാലും ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാലും പല്ല് തേക്കണം. പല്ല് തേക്കല്ല, വായ കഴുകണം. നിർത്തി. അയ്യോ